ഞാൻ ദീപ. അപ്പോൾ നമ്മുടെ ബിസിനസ് സീരീസ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം വരുന്ന കമന്റ്സ് ഏതാണ്ട് ഈ തരത്തിലുള്ള കമന്റ്സ് ആണ്. അതായത് എനിക്ക് ഒത്തിരി കഴിവുകളുണ്ട്, പക്ഷെ എനിക്കതങ്ങനെ ബിസിനസ് ആക്കണം എന്നതിനെ പറ്റി അറിയത്തില്ല. ഞാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് വിജയിക്കുവോ, അത് ശരിയാവുമോ, പിന്നെ എനിക്ക് മൊത്തത്തിൽ മടിയാണ്, പിന്നെ ഇത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെപ്പോലെയൊക്കെ ആവാനായിട്ട് എനിക്ക് ഒക്കുമോ, എന്നെ ആരെങ്കിലും ഒന്ന് പ്രോത്സാഹിപ്പിക്കുമോ, ഇങ്ങനെയുള്ള പലതരം ക്വസ്റ്റ്യൻസ് ആണ്. കൂടുതലും സംശയമാണ്. ഞാൻ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും, എനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ അറിയത്തില്ല, എനിക്ക് ബിസിനസ് ചെയ്യാൻ അറിയത്തില്ല, അല്ലെങ്കിൽ ഇതൊക്കെ എനിക്ക് പറ്റുന്ന കാര്യമല്ല, ഞാനിതെങ്ങനെയാ ചെയ്യുന്നത്. അപ്പം എത്ര എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താലും പിന്നെയും ഇതേ സെയിം ക്വസ്റ്റ്യൻസ് തന്നെയാണ് വരുന്നത്. അവസാനം ഒരു വാചകത്തിൽ അങ്ങ് നിൽക്കും, ഞാനൊരു പരാജയമാണ് എന്നൊരു വാചകത്തിൽ അങ്ങ് നിൽക്കും. അപ്പോ എല്ലാ ചോദ്യത്തിനും ഉത്തരം കിട്ടിയിട്ടേ ഈ കമന്റ് ഇടുന്ന ആൾക്കാർ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നു. ഇങ്ങനെയുള്ളവരോട് എനിക്ക് പറയാൻ ഇത്രയേ ഉള്ളൂ, നിങ്ങൾ ഒത്തിരി ചിന്തിക്കും തോറും കാര്യങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആയിക്കൊണ്ടിരിക്കും. പിന്നെ കുറെ നെഗറ്റീവ് ചിന്തകൾ വരും. പിന്നെ ആരും പ്രോത്സാഹിപ്പിക്കാനൊന്നും ആദ്യമേ കാണത്തില്ല. നമുക്ക് വേണമെങ്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ്. ഉള്ളത് വെച്ച് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുക. ഒരു സ്റ്റാൻഡേർഡ് അപ്രോച്ച് പറഞ്ഞുതരാം. ഒത്തിരി ചിന്തിച്ച് തല പുകയ്ക്കുന്നതിന് പകരം പെട്ടെന്ന് തന്നെ ഒരു പേപ്പറും പേന എടുക്കുക. എന്നിട്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊന്ന് എഴുതുക. ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് ഒത്തിരി കഴിവുണ്ടായിരിക്കും. സോ ദർ ഇസ് ടു മച്ച് ഇൻ യുവർ പ്ലേറ്റ്. അതിൽ ഏതെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ആയിരിക്കും നിങ്ങൾക്ക് ഏറ്റവും ആദ്യം ഉണ്ടാവുന്നത്. ഇതിപ്പോ എന്റെ കേസ് പറയുകയാണെങ്കിൽ എനിക്ക് പെയിന്റിങ് ചെയ്യാൻ അറിയാം, എനിക്ക് തയ്ക്കാൻ അറിയാം, എനിക്ക് വേറെ പല കഴിവുകളും ഉണ്ട്. പക്ഷെ ഇതിൽ ഏതാണ് എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് നല്ലത് എന്നുള്ളത് എനിക്കറിയത്തില്ല. അപ്പം ആലോചിക്കേണ്ട എന്താണ്, ഇതിലേത് കഴിവാണ് എനിക്കൊരു റിട്ടേൺ കിട്ടിയില്ലേലും ഞാൻ ചെയ്തുകൊണ്ടേ ഇരിക്കാൻ പോകുന്ന ഒരു കഴിവെന്താണ്. അതായത് അതിൽ നിന്ന് എനിക്ക് വരുമാനമൊന്നും കിട്ടുന്നില്ല, അതിൽ നിന്ന് എനിക്ക് റിട്ടേൺ ഒന്നും കിട്ടത്തില്ല എങ്കിൽ പോലും എനിക്ക് ഭയങ്കര സന്തോഷത്തോടെ ചെയ്യാൻ പറ്റുന്ന ഒരു കഴിവ് ഏതാണ്, ആ ഒരു കഴിവിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിപ്പോ ചിലർക്ക് കുക്കിംഗ് ആവാം, ചിലർക്ക് സ്റ്റിച്ചിങ് ആവാം, ചിലർക്ക് പടം വര ആവാം, ചിലർക്ക് എഴുത്താവാം, റൈറ്റിംഗ് സ്കിൽസ്. അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ഒത്തിരി ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യം, ആ കാര്യത്തിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിൽ തന്നെ നമ്മുടെ ആ ഒരു കഴിവിനെ കുറച്ചും കൂടെ വെറൈറ്റി ആയിട്ട്, അല്ലെങ്കിൽ ഒരു ബിസിനസ് രീതിയിൽ എങ്ങനെ വളർത്തിക്കൊണ്ടുവരാം. ഇപ്പം നിങ്ങൾക്ക് പെയിന്റിങ് ചെയ്യാൻ അറിയാമെങ്കിൽ ഏത് ടൈപ്പ് പെയിന്റിങ് ചെയ്താലാണ് കുറച്ചും കൂടെ ആൾക്കാർക്ക് താല്പര്യം, ആ താല്പര്യമുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ എന്നുള്ളത് നോക്കുക. ഇപ്പൊ നിങ്ങൾക്ക് പെയിന്റിങ് അറിയാം, അത് നമുക്ക് പിക്ചർ പെയിന്റിങ് ചെയ്ത് ഫ്രെയിം ചെയ്തൊക്കെ കൊടുക്കുന്നതാണോ നല്ലത്, അത് ഫാബ്രിക് പെയിന്റിങ് ചെയ്യുന്നതാണോ നല്ലത്, അതിന് മ്യൂറൽ പെയിന്റിങ്സിലേക്ക് കടക്കണോ, സാരിയിൽ തന്നെ മ്യൂറൽ പെയിന്റിംഗ് ഒക്കെ ചെയ്യുന്നതിനൊക്കെ ഒത്തിരി ഡിമാൻഡ് ഉണ്ടല്ലോ. അപ്പൊ ഏതിനാണ് ഡിമാൻഡ് എന്ന് നോക്കുക, അത് നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് മനസ്സിലാക്കുക. ഇപ്പം എഴുതുന്നവരാണെങ്കിൽ ബ്ലോഗ് സ്റ്റാർട്ട് ചെയ്യുന്നതാണോ നല്ലത്, അതൊരു ബുക്ക് പബ്ലിഷ് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കണോ, അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും അത് ചെയ്യേണ്ടത്. ഇപ്പൊ കുക്കിംഗ് ആണെങ്കിൽ തന്നെ കേക്കാണോ വേണ്ടത്, അതോ നമ്മൾ ഹോട്ടൽസിലേക്ക് എന്തെങ്കിലും ചെറിയ സ്നാക്സ് ഐറ്റംസ് ഉണ്ടാക്കി കൊടുക്കുന്നത് ആലോചിക്കുന്നതായിരിക്കുമോ നല്ലത്, അതോ നമ്മൾ കാറ്ററിംഗ് ബിസിനസ്സോ അല്ലെങ്കിൽ ഇങ്ങനെ ടിഫിൻ സർവീസോ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കുമോ നല്ലത്. അപ്പൊ നിങ്ങളുടെ കഴിവ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ നിങ്ങൾ പാഷനേറ്റ് ആയിട്ടുള്ള സംഭവം, അതിനെ ഏതിലേക്കാണ് നമുക്ക് കുറച്ചും കൂടെ ബിസിനസ് സംബന്ധമായിട്ട് നമുക്ക് വരുമാനം കൊണ്ടുവരാൻ ചാൻസ് ഉള്ള ഏരിയ എന്നുള്ളത് ഒന്ന് നോക്കുക. അതിനെ നമുക്ക് കുറച്ചും കൂടെ ഒന്ന് പരിപോഷിപ്പിക്കുക എന്ന് പറയുമ്പം കുറച്ചൊന്ന് 4 പേരെ അറിയിക്കുക, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് 4 പേരെ അറിയിക്കുക. കാരണം നിങ്ങൾക്കൊരു കഴിവുണ്ട്, അത് നിങ്ങളിൽ തന്നെ വെച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ ആരാ അറിയുന്നത്. ഇപ്പൊ ഞാൻ പറയുവാ എനിക്കത് പെയിന്റിങ് ചെയ്യാൻ അറിയാം, എനിക്ക് സ്റ്റിച്ച് ചെയ്യാൻ അറിയാം എന്ന് 4 പേരെ അറിയിച്ചാൽ മാത്രമേ എനിക്ക് കൂടുതൽ ഓർഡേഴ്സ് കിട്ടത്തുള്ളൂ, അല്ലെ. അപ്പൊ അതുപോലെ തന്നെ നിങ്ങളുടെ കഴിവ് എന്താണോ അത് നിങ്ങൾ പ്രദർശിപ്പിക്കാതെ നിങ്ങൾക്ക് ഓർഡേഴ്സ് ഒന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പൊ ഇനിഷ്യലി ഇത് ഞാൻ ഒത്തിരി വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതാണ്, പിന്നെയും നമ്മൾ ഈ ഒരു ബിസിനസ് സീരീസ് ചെയ്യുന്നത് കൊണ്ട് ഒരു റൗണ്ടും കൂടെ പറയുന്നതേ ഉള്ളൂ കേട്ടോ. എന്താണ്, 4 പേരെ അറിയിക്കണം നിങ്ങൾ ചെയ്യുന്ന കാര്യം. ഇപ്പൊ നിങ്ങൾ സാരി പെയിന്റിങ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ തന്നെ ഒരു 2-3 സാരിയിൽ പെയിന്റ് ചെയ്ത് ആ ഒരു സാരി ഉടുത്തിട്ടൊക്കെ 4 പേരെ കാണിക്കുകയോ ഫോട്ടോ എടുക്കുകയോ ഇൻസ്റ്റയിൽ ഇടുവോ ഫേസ്ബുക്കിൽ ഇടുവോ ഒക്കെ ചെയ്യാം. അതിനൊന്നും ഒരു പേജ് സ്റ്റാർട്ട് ചെയ്യണം, ഒരു ബിസിനസ് ID ക്രിയേറ്റ് ചെയ്യണം, അങ്ങനൊന്നും അല്ല. നിങ്ങൾ വെറുതെ ഇതൊരു ബിസിനസ്സേ അല്ല, നിങ്ങൾ നിങ്ങളുടെ കഴിവ് പ്രദർശിപ്പിക്കുകയാണ്. ഇപ്പൊ ബാഗ് ഉണ്ടാക്കാൻ അറിയാമെങ്കിൽ ബാഗ് ഉണ്ടാക്കിയിട്ട് 4 പേരെ കാണിക്കുക.
ഞാൻ പുതിയതായിട്ട് ഉണ്ടാക്കിയതാണ്. ഇപ്പൊ കുക്കിംഗ് ചെയ്യാൻ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ കുക്ക് ചെയ്ത് അത് നിങ്ങളുടെ ഇപ്പൊ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് നിങ്ങളുടെ കഴിവ് പ്രദർശിപ്പിക്കാനായിട്ട് മുറ്റത്തോട്ടൊന്നും ഇറങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. വീട്ടിൽ ഇരുന്ന് തന്നെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാവുന്നതാണ്. ഫേസ്ബുക്ക് ഉണ്ട്, ഇൻസ്റ്റ ഉണ്ട്, യൂട്യൂബ് ഉണ്ട്. എല്ലാം വഴി നിങ്ങൾക്ക് എന്നൊക്കെ കഴിവുകളുണ്ടോ അതെല്ലാം നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യാൻ നല്ല മീഡിയംസ് ഇപ്പോൾ ഉണ്ട്. അതിന് പകരം അതിലെ ബാക്കിയുള്ള വീഡിയോസ് കണ്ട് സമയം കളയുന്ന സമയത്ത് നിങ്ങളുടെ കഴിവ് അതെന്തായിക്കോട്ടെ അതൊന്ന് എക്സ്പ്രസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നല്ല രീതിയിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ടും എൻക്വയറീസ് വരും. ആദ്യമേ വരുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിന്ന് തന്നെ ആയിരിക്കും ഓർഡേഴ്സ് വരുന്നത്. ഓർഡേഴ്സിന് കണക്കാക്കേണ്ടതിനെ ജസ്റ്റ് എൻക്വയറീസിന് കണക്കാക്കിയാൽ മതി. ഇപ്പൊ ഞാൻ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇപ്പൊ ഞാന് എന്റെ ഒരു ഏരിയ എന്ന് പറയുന്നത് ഡിസൈനിങ് ആണ്. പക്ഷെ ഞാനിപ്പം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ആർക്കെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുന്നതായിട്ട് 4 പേര് അറിയുവാണെങ്കിൽ അവർ ചിലപ്പോൾ വന്നിട്ട് ചോദിക്കും, ഓക്കെ എന്റെ മകൾക്കും കൂടി ഇത് പറഞ്ഞു കൊടുക്കാമോ എന്ന് ചോദിക്കും. അപ്പൊ അത് വേറൊരു ഓപ്പർച്യൂണിറ്റിയാണ് അല്ലെ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു കഴിവുണ്ടെന്നുണ്ടെങ്കിൽ എൻക്വയറീസ് ആയിട്ട് വരുമ്പോ നിങ്ങൾ ഒന്നെങ്കിൽ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കാം, അല്ലെങ്കിൽ ചെറിയ ഒരു എമൗണ്ടിന് ചെയ്തു കൊടുക്കാം. ഇതെന്തിനാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യമേ നമ്മൾ കയറിയിട്ട് ഇതൊരു ബിസിനസ് ആക്കാനൊന്നും നോക്കണ്ട. നമുക്ക് പുറകെ ഓർഡേഴ്സ് വരുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. ഒന്നെങ്കിൽ നിങ്ങൾ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾ ചെറിയ എമൗണ്ടിന് ചെയ്തു കൊടുക്കുക. ഇങ്ങനെ ചെയ്തു കൊടുത്തു കഴിയുമ്പം ഇവരുടെ ഫീഡ്ബാക്ക് കിട്ടാൻ എളുപ്പമാണ്. ഈ ഫീഡ്ബാക്ക് കിട്ടുമ്പോൾ നിങ്ങൾക്ക് പതുക്കനെ കോൺഫിഡൻസ് കൂടും. ഓക്കെ നിങ്ങളൊരു ചുരിദാർ ഒരാൾക്ക് തയ്ച്ചു കൊടുക്കുവാണെങ്കിൽ ഓക്കെ കൊള്ളാം എന്ന് പറഞ്ഞ് പിന്നെയും അവർ വരുന്നുണ്ടെങ്കിൽ ഓക്കെ നിങ്ങളുടെ ഫീൽഡ് കറക്റ്റ് ആണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പോകുന്ന ട്രാക്ക് കറക്റ്റ് ആണ് എന്ന് നിങ്ങൾക്കൊരു ഒരു സൂചന കിട്ടുവാണ്. ഓക്കെ അതിനാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അതാണ് നമ്മുടെ എയിം. അതായത് ഏതിലാണ് നമ്മൾ ക്ലിക്ക് ആവാൻ പോകുന്നത് എന്ന് നമ്മളൊന്ന് ജസ്റ്റ് ട്രയൽ നോക്കുവാണ്. അല്ലാതെ ഇതൊന്നും ഒരു ബിസിനസ് അല്ല. അപ്പം ഒരു 3-4 ഓർഡേഴ്സ് അടുപ്പിച്ച് കിട്ടുന്നു എങ്കിൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം ഓക്കെ ഇത് തന്നെയാണ് എന്റെ ഒരു രീതി, അല്ലെങ്കിൽ എന്റെ ഒരു ട്രാക്ക് ഇതാണ്, നമുക്കിത് ഫിക്സ് ചെയ്യാം, ഇത് നമുക്ക് ബിസിനസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യാം. പിന്നീടാണ് നിങ്ങൾ ഒരു പേജ് തുടങ്ങുവോ അല്ലെങ്കിൽ ഇതൊരു ബിസിനസ് ആയിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിക്കുവോ, ഇനി വരുന്ന ഓർഡേഴ്സിനൊക്കെ ഇനി ഒരു ഫിക്സഡ് പ്രൈസ് വെച്ച് ഇനി ചുരിദാർ തയ്ക്കുവാണെങ്കിൽ ഇത്രയും ആയിരിക്കും, അല്ലെങ്കിൽ സാരി പെയിന്റ് ചെയ്ത് തരുമ്പോഴത്തേക്കും എനിക്ക് ഇത്രയും എമൗണ്ട് വേണ്ടി വരും എന്നൊക്കെയുള്ള രീതിയിൽ പതുക്കനെ ബിസിനസ്സിലേക്ക് കടക്കേണ്ടത്. അപ്പോ ഇതിന് പെട്ടെന്നൊന്നും കാര്യങ്ങൾ നടക്കില്ല. നിങ്ങൾക്കൊരു 6 മാസം തൊട്ട് 1 വർഷം വരെയൊക്കെ വെയിറ്റ് ചെയ്യേണ്ടി വരും ഒരു ഫസ്റ്റ് എൻക്വയറി വരാനോ. കാരണം നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള, അതായത് വീട്ടിലിരുന്ന് ഇങ്ങനെയൊക്കെ ചെയ്ത് സ്വന്തം കഴിവ് വെച്ച് ഒരു ബിസിനസ്സിലേക്ക് കടന്നിട്ടുള്ള ആൾക്കാരോട് ചോദിച്ചാൽ അറിയാം അവർക്കൊന്നും ഇന്ന് ഫോട്ടോ ഇട്ട് പിറ്റേന്ന് ഓർഡർ കിട്ടിയ ചരിത്രമേ ഇല്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് അത്രയും നല്ല കോണ്ടാക്ട് ഉണ്ടായതുകൊണ്ടായിരിക്കാം. എങ്കിലും ഇതൊന്ന് ക്ലച്ച് പിടിച്ച് വരണമെങ്കിൽ ഒരു 6 മാസം തൊട്ട് 1 വർഷം വരെ എന്തായാലും എടുക്കും. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാലോചിച്ചേക്കുക. 1 വർഷമായിട്ടും ഇതിനനക്കമൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ അടുത്ത കഴിവ് പിടിക്കും. നിങ്ങളുടെ കയ്യിൽ ഒത്തിരി കഴിവുള്ളതല്ലേ, അപ്പൊ അടുത്ത കഴിവിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഏതാണ് ക്ലിക്ക് ആവുന്നതെന്ന് പറയാൻ ഒക്കത്തില്ല. പിന്നെ ആദ്യത്തെ കഴിവുമായിട്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് തന്നെയാണ് വേറൊരു കഴിവ് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നതെങ്കിൽ അതും ചെയ്യുക. എവിടെ നിന്നാണ് നമുക്ക് ഓർഡേഴ്സ് വരിക, അല്ലെങ്കിൽ എവിടെ നിന്നാണ് നമുക്കൊരു വഴി തുറന്ന് കിട്ടുക എന്ന് പറയാൻ പറ്റത്തില്ല. മുട്ടാതെ സിനി പറഞ്ഞ കണക്ക് മുട്ടാതെ നമുക്ക് വാതിലൊന്നും തുറന്ന് വരത്തില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു അപ്രോച്ച് എടുത്തു നോക്കുക. ഇതിൽ കൂടുതൽ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞു തരാനില്ല. ഇത് ഞാൻ എല്ലാരോടും പറയുന്ന കാര്യമാണ്. നിങ്ങൾ ആദ്യം ബിസിനസ് എന്ന് പറഞ്ഞ് വിചാരിക്കണ്ട. നിങ്ങളുടെ കഴിവൊന്ന് നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുക, 4 പേര് കാണട്ടെ, അവർ വഴി നമുക്ക് ഓർഡർ വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കാം. അതിനുശേഷം ആലോചിക്കാം ഇത് ബിസിനസ് ആയിട്ട് മുന്നോട്ട് പോണോ വേണ്ടയോ എന്നുള്ളത്. ഇനി കുറച്ച് ഫാക്ട്സ് ആണ്. ഇന്ന് തുടങ്ങി നാളെ സക്സസ് ആവുന്ന യാതൊരു ബിസിനസ്സും ഇല്ല എന്ന് മനസ്സിലാക്കുക. നമ്മൾ എന്തായാലും സ്ട്രഗിൾ ചെയ്യേണ്ടി വരും. കുറച്ച് പേഷ്യൻസ് വേണം, കുറച്ചധികം പേഷ്യൻസ് ഉണ്ടാവണം. ആദ്യമേ ബിസിനസ് എന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്യേണ്ട, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി 4 പേരെ അറിയിക്കുക എന്നുള്ളൊരു ഇന്റൻഷനിൽ തുടങ്ങാം. പിന്നെ ഇതേ ബിസിനസ് തുടങ്ങിയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് ഹെൽപ്പ് ചോദിക്കാൻ ചെല്ലുമ്പം അത്യാവശ്യം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി സ്പെസിഫിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ട് ശ്രദ്ധിക്കാം. അല്ലാതെ എനിക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, ഒന്ന് സഹായിക്കുമോ, അല്ലെങ്കിൽ എനിക്ക് പറ്റിയ ബിസിനസ് ഏതാണ് എന്നൊന്ന് പറഞ്ഞു തരുമോ എന്ന രീതിയിലുള്ള വേഗ് ആയിട്ടുള്ള 1 ലൈൻ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ ആരും ഹെൽപ്പ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈവൻ ഞാനും ഹെൽപ്പ് ചെയ്യാറില്ല. കാരണം ഒട്ടുമേ ചിന്തിക്കാതെ
എടുത്തു ചാടിയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ് അത് ആ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ തന്നെ, അല്ലെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ കേട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഒരു ഹോംവർക്കും ചെയ്യാതെ ചാടിക്കേറി വരികയാണ്, എനിക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, എനിക്ക് അതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ തെറ്റാണ്. അതായത് നിങ്ങൾ അതിനെപ്പറ്റി ചിന്തിക്കണം, നിങ്ങൾക്ക് എന്ത് കഴിവാണുള്ളത്, അതാണല്ലോ നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പൊ നമുക്ക് കുക്കിങ്ങിലാണ് ഇൻട്രസ്റ്റ് എങ്കിൽ നമ്മൾ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പം ഈ ചോദിക്കുന്നവർക്ക് അറിയത്തില്ലല്ലോ നിങ്ങൾക്ക് എന്നാ കഴിവുള്ളതെന്ന്. അപ്പം നിങ്ങളുടെ എന്തൊക്കെയാണ് കഴിവുകളെന്നൊക്കെ ആലോചിച്ച് ചിന്തിച്ച് ഓക്കെ നിങ്ങൾക്കൊരു മറുപടി തരും എന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല. കാരണം അവരവരുടെ ബിസിനസ്സിൽ ബിസിയാണ്. പിന്നെ ഹെൽപ്പ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാലും അവർക്കൊരു തലവേദന ആവുന്ന രീതിയിൽ അവരെന്തായാലും പോകത്തില്ല. സോ നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ മിക്കവരും ആൻസർ തരും. അല്ലാതെ ഒരു വേഗമായിട്ട് ഇതേപോലത്തെ ക്വസ്റ്റ്യൻസ് ദയവ് ചെയ്ത് ചോദിക്കാതിരിക്കുക. നിങ്ങൾക്ക് എന്താണോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ തന്നെ കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമാണ്. ഏത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം അല്ലെങ്കിൽ എന്ത് ചെയ്യണമെന്നത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട്സ് വന്നു കഴിഞ്ഞാലാണ് നിങ്ങൾ ഒരാളെ അപ്രോച്ച് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് സഹായം ആവശ്യമുണ്ടെങ്കിൽ വേറെ എവിടെയും പോകേണ്ട ആവശ്യമില്ല. ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് തന്നെ നിങ്ങളെ സഹായിക്കാനായിട്ട് ഒത്തിരി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അതിനെപ്പറ്റി ഞാൻ ബിസിനസ് സീരീസിന്റെ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. DIC, MSME പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ കാര്യം പറഞ്ഞിരുന്നു, ഗവൺമെന്റിന്റെ അണ്ടറിലുള്ളത്. അപ്പൊ അവരുടെ ഹെൽപ്പ് നിങ്ങൾ മാക്സിമം പ്രയോജനപ്പെടുത്തുക. ഫ്രീ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഇൻഫർമേഷൻ കിട്ടുന്നതാണ്. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തരുന്നതാണ്. അപ്പൊ അത് യൂട്ടിലൈസ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കാം. ഇനി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഇത് നല്ല സമയമാണോ അതോ ഇത് ചീത്ത സമയമാണോ? അങ്ങനെ ഒരു സമയമില്ല. നിങ്ങളുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസിന് മാർക്കറ്റിൽ ആവശ്യക്കാരുണ്ടോ അല്ലെങ്കിൽ ഡിമാൻഡ് ഉണ്ടോ, ഇത്ര മാത്രമാണ് നമ്മൾ നോക്കേണ്ടത്. നല്ല സമയം ചീത്ത സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കൊറോണയുടെ സമയമാകുമ്പോൾ മിക്കവരുടെയും കയ്യിൽ കാശ് കുറവായിരിക്കും. ആ സെൻസിൽ ഓക്കെ ചീത്ത സമയം എന്ന് പറയാം. എങ്കിൽ പോലും കൊറോണയുടെ സമയത്ത് ആൾക്കാർ പൈസ ചെലവാക്കാതിരിക്കുവാണോ? ഇല്ല, ആവശ്യത്തിന് അവർ ചെലവാക്കും അല്ലേ. അപ്പം ഡിമാൻഡുള്ള കാര്യങ്ങൾ എന്താണെന്ന് നോക്കുക. അതനുസരിച്ച് നിങ്ങൾ ബിസിനസ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാം. അപ്പൊ നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഓക്കെ അങ്ങറ്റം 2 വർഷത്തിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ ആലോചിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വട്ടാവത്തേ ഉള്ളൂ. സോ ചെറിയ ചെറിയ സ്റ്റെപ്പ് എടുത്ത് മുന്നോട്ട് പോവുക, അത്രേ ഉള്ളൂ. നമ്മൾ ഇന്നത്തെ കാര്യം നോക്കിയാൽ മതി. ഇന്ന് നാളെ നമ്മൾ ഉണ്ടാവുമെന്ന് പോലും നമുക്കറിയത്തില്ല. സോ അതുകൊണ്ട് നാളത്തെ കാര്യം നമ്മൾ ചിന്തിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല. ഇന്ന് നമുക്ക് ഈ ഒരു ബിസിനസ്സിലേക്ക് എന്ത് ചെറിയ സ്റ്റെപ്പാണോ എടുക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ എത്രത്തോളം സ്റ്റെപ്പാണോ എടുക്കാൻ പറ്റുന്നത് അത് അങ്ങോട്ട് ചെയ്യുക. ബാക്കിയുള്ളത് വഴിയെ വരും. നമ്മളൊരു സ്റ്റെപ്പ് പോലും എടുക്കാതെ ഞാൻ അങ്ങ് മുകളിലെത്തുമെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ലല്ലോ. ഇനി അടുത്തത്, ഇതൊക്കെ റിസ്ക് അല്ലേ, ഞാൻ ഫെയിലായി പോവോ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. റിസ്ക് എവിടെ ആയാലും നിങ്ങൾക്ക് സംഭവിക്കാവുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ മുറ്റത്തോട്ട് ഇറങ്ങുമ്പം ഒരു തേങ്ങ തലയിൽ വീണ തീരുന്നതേ ഉള്ളൂ നിങ്ങളുടെ ജീവിതം. സോ റിസ്ക് എല്ലായിടത്തും ഉണ്ട്. ഇനി ഫെയിൽ ആകുമോ എന്നുള്ളത്, നമ്മളൊന്നും ചെയ്യാതെ ഓരോ കാര്യങ്ങൾ ആലോചിച്ച് ചൊറിയും കുത്തി വീട്ടിൽ ഇരിക്കുന്നതിനേക്കാൾ എന്തുകൊണ്ട് നല്ലതാണ് എന്തെങ്കിലും അറ്റംപ്റ്റ് ചെയ്ത് നമ്മളൊന്ന് ഫെയിൽ ആയി പോകുന്നത്. കാരണം ഫെയിൽ ആകുമ്പോഴും നമുക്ക് എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യാൻ, കേട്ടിട്ടില്ലേ, ഫെയിലിയർ ഇസ് ദ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ടു സക്സസ്. അപ്പൊ ഇന്നത്തേക്ക് ഇത്രയും മാത്രം. അടുത്ത വീഡിയോ നമുക്ക് കാണാം.